ബൈബിള് പഠിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എന്തിനാണ് നമ്മൾ ബൈബിൾ പഠിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദ്യമൊക്കെ ചോദിക്കുക, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. എന്തിനാണ് ബൈബിൾ പഠിക്കുന്നത്? അതിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയാലേ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ തിരുത്തേണ്ടത് എന്നത് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പരമമായ ഒരു കാര്യം, ആരാണ് നമ്മെ ബൈബിൾ പഠിക്കാനായി സഹായിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമ്മൾ ബൈബിൾ പഠിക്കാനായി ഇന്ന് നമ്മളെല്ലാം പള്ളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ടാകണം. പരിശുദ്ധാത്മാവേ, വചനം പഠിക്കാനും അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാനും എൻ്റെ ഹൃദയത്തെ തുറക്കണമേ എന്നതായിരിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥന. മനസ്സിലാകുന്നുണ്ടോ? ഒന്നാമത് ഏത് പ്രാർത്ഥനയാണ് വചനം പഠിക്കുമ്പോൾ വേണ്ടത്? വചനം പഠിക്കാൻ എന്നെ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥന നമുക്ക് വേണം. ആരോട് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇല്ലാതെ നമുക്കൊരിക്കലും വചനം പഠിക്കാൻ പറ്റില്ല. നമുക്ക് വായിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ വചനം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. അതിലൊരു ഉദാഹരണമാണ്, ഇടയ്ക്കൊരു ദിവസം നമ്മൾ പറഞ്ഞു, യേശുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നെ വചനം പറയാൻ പഠിപ്പിച്ചത് ആരായിരുന്നു? പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു. എനിക്ക് വചനത്തിൻ്റെ അർത്ഥങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു. ഒരാഴ്ച മുമ്പ് നമ്മൾ പഠിച്ചു, പരിശുദ്ധാത്മാവാണ് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വചനത്തെ പറഞ്ഞു കൊടുത്തത്, വചനം എഴുതാൻ പറഞ്ഞു കൊടുത്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് വചനം പഠിക്കാനായി ആരംഭിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാനായി ശ്രമിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം ജീവിതത്തിൽ എന്താണ് എന്നതാണ്. നമ്മുടെ വിഷയം മറന്നു പോകരുത്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്നതാണ് വിഷയം. പ്രാർത്ഥനയുമുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുമുണ്ട്. ദൈവം ഈ ലോകത്ത് മനുഷ്യനോട് പറഞ്ഞ ഏറ്റവും പരമമായ ഒരു സത്യമാണ്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന എങ്ങനെയാകണമെന്ന് യേശു തന്നെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും കൂടെ യേശു കാണിച്ചു തന്നു. പ്രാർത്ഥനയുടെ ഒരു ശീലം യേശു കാണിച്ചു തന്നിട്ടുണ്ട്. യേശു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു പ്രാർത്ഥനയും കൂടെ നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലുണ്ടാകണം. ഇനി നമ്മൾ പഴയ നിയമത്തിലൊരു ഭാഗത്തിലേക്ക് പോകുകയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്രഹാം. അബ്രഹാമിനറിയാമല്ലോ, അബ്രഹാമിൻ്റെ അടുക്കൽ 3 ഗസ്റ്റുകൾ വന്നു. എത്ര പേര് വന്നു? മക്കൾ പറഞ്ഞ് എത്ര പേര് വന്നു? 3 പേര് വന്നു. അപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സൽക്കരിക്കും. എങ്ങനെ സൽക്കരിക്കും? ഏറ്റവും നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത് നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യും. ഫുഡും അക്കോമഡേഷനും നമ്മൾ കൊടുക്കും. അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. തൻ്റെ അരികിൽ വന്നത് ദൈവദൂതന്മാരാണെന്നോ ദൈവത്തിൻ്റെ ദാസന്മാരാണെന്നോ ദൈവം അയച്ചവരാണെന്നോ അബ്രഹാമിന് അറിയാമായിരുന്നോ? ഒന്നും അറിയില്ല. പക്ഷേ അവരെ സൽക്കരിക്കണമെന്ന് അബ്രഹാമിന് തോന്നി. അങ്ങനെ അബ്രഹാം അവരെ സൽക്കരിച്ചു. അബ്രഹാം അവരെ സൽക്കരിച്ചു. അതിനുശേഷം അവിടെ നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റമെന്ന് പറയുന്നത് അബ്രഹാമിനുള്ള ഒരു പ്രത്യേകതയെ ദൈവം ഉണർത്തിച്ചു കൊടുക്കുകയാണ്. അബ്രഹാമിനൊരു ഉണ്ടായിരുന്നൊരു പ്രത്യേകത, അബ്രഹാം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ചില ദർശനങ്ങളെ, നാളെ സംഭവിക്കാനുള്ള കാര്യങ്ങളെ ദൈവം നമുക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്, നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്, ദൈവത്തോട് നല്ല ബന്ധമുള്ള മനുഷ്യന് ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവം പറഞ്ഞു കൊടുക്കും. കുടുംബത്തിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവം ഡെഫിനറ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. ആ ഭാഗമാണ് നമ്മളൊന്ന് ബൈബിൾ എടുക്കുക. ബൈബിൾ സ്റ്റഡിയാണല്ലോ. ഉൽപ്പത്തി 18-ാം അധ്യായം 16-ാമത്തെ വചനം. അബ്രഹാമിൻ്റെ സൽക്കാരമെല്ലാം കഴിഞ്ഞ് ഇവരവിടെ നിന്ന് പോകുകയാണ്. എത്ര പേരുണ്ട്? 3 പേർ. ഈ 3 പേർ അവിടെ നിന്ന് പോകുന്നു. പുറപ്പെട്ട് അവരെങ്ങോട്ട് പോയി?
സോദോം എന്ന പ്രദേശത്തേക്ക് പോയി. 2 പ്രദേശങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഒന്ന് സോദോം, 2 ഗോമോറ. ഈ പ്രദേശങ്ങളിലാണ് അബ്രഹാമിൻ്റെ കുടുംബത്തിലെ അംഗമായ ഒരു വ്യക്തി താമസിച്ചിരുന്നത്. ആ വ്യക്തിയുടെ പേര് ഓർമ്മയുണ്ടോ? ആരാണ്? ലോത്ത് താമസിച്ചിരുന്നത്. ലോത്തും കുടുംബവും താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഈ പുരുഷന്മാർ സോദോമിലേക്ക് പോകാൻ തിരിഞ്ഞു. അബ്രഹാം അവരെ അയക്കാൻ അവരോട് കൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ദൈവം ഏത് ദേശത്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്? സോദോം, ഗോമോറ, ഈ 2 പട്ടണങ്ങളിൽ ദൈവം ഒരു കാര്യം പ്രവർത്തിക്കാൻ പോവുകയാണ്. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവം പ്രാർത്ഥനാ മനുഷ്യനായ അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അബ്രഹാം ഇപ്പോൾ എവിടെയാണ്? അബ്രഹാം വീട്ടിലിരിക്കുകയാണ്. അബ്രഹാം ആരെ സൽക്കരിച്ചിട്ട് കഴിഞ്ഞു? ദൈവത്തിൻ്റെ ഭക്തന്മാരെ സൽക്കരിച്ച് ആ ഫെലോഷിപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അബ്രഹാം അത്രയും സമയം ദൈവത്തോട് കൂടെ ഇരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 3 പേര് ആരയച്ചതായിരുന്നു? ദൈവം അയച്ച ദൈവത്തിൻ്റെ ദൂതന്മാരായിരിക്കാം, അല്ലെങ്കിൽ ദൈവം അയച്ചവർ തന്നെ ആയിരിക്കാം, ദൈവപുരുഷന്മാരായിരിക്കാം. ഈ 3 പേരോട് കൂടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അബ്രഹാം ദൈവത്തോട് കൂടെ ഇരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ദൈവമക്കളോട് കൂടെ ഇരുന്നാൽ നമ്മൾ കാണുന്നത് ദൈവിക ദർശനങ്ങളായിരിക്കും. ലോകത്തിൻ്റെ വ്യക്തികളോട് കൂടെ ഇരുന്നാൽ നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ കാഴ്ചകളായിരിക്കും. ഇതാണ് ഇന്നത്തെ ഒന്നാമത്തെ പാഠം. കാര്യം വ്യക്തമാകുന്നുണ്ടോ? അബ്രഹാം ദൈവത്തിൻ്റെ ഭക്തന്മാരോട് കൂടെ ഇരുന്നപ്പോൾ ദൈവം അബ്രഹാമിന് സ്വർഗീയമായ കൃപയിൽ നിന്ന് നല്ല ദർശനങ്ങളെ സംഭവിക്കാൻ പോകുന്നതിനെ കാണിച്ചു കൊടുത്തു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും ചേർന്നിരിക്കുന്നത് ഈ ലോകത്തിലുള്ളവരോട് മാത്രമാണെങ്കിൽ നമ്മൾ കാണുന്നത് എങ്ങനെയുള്ളതായിരിക്കും? ലോകത്തിൻ്റെ കാഴ്ചകൾ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ദൈവിക ദർശനങ്ങൾ കിട്ടാതിരിക്കുന്നത്. അപ്പോൾ ഹെവൻലി വിഷൻസ്, സ്വർഗീയമായ അനുഭവങ്ങൾ ദൈവം നമ്മളെ നേരിട്ട് കാണിക്കണം, ദൈവം നമ്മളോട് സംസാരിക്കണം, ദൈവം നമ്മളോട് ഇടപെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ട് ആരോടായിരിക്കണം? ദൈവമക്കളോടുകൂടെ ആയിരിക്കണം. ആരോടാക്കണം? ദൈവമക്കളോട് കൂടി ആയിരിക്കണം. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2 3 പേർ ആരുടെ നാമത്തിൽ? ദൈവത്തിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി വന്നാൽ അവരുടെ മധ്യേ ദൈവം വരും, ദൈവം ഇടപെടും, ആ വിഷയത്തിൽ ദൈവം സംസാരിക്കും, ദൈവം അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അബ്രഹാം ദൈവഭക്തന്മാരോട് കൂടെ ഇരുന്നു, ദൈവീയം നാളെ സംഭവിക്കാൻ പോകുന്നത് കാണിച്ചു കൊടുത്തു. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം, നമുക്ക് നാളെയെക്കുറിച്ച് ദൈവം പല കാര്യങ്ങളും വെളിപ്പെടുത്താനായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരോട് ചേർന്നിരിക്കണം? ദൈവമക്കളോട് ചേർന്നിരിക്കണം. ലോകത്തിൻ്റെ പിന്നാലെ പോകാനായി ശ്രമിക്കരുത്. നമ്മളിപ്പോൾ ലോകത്തിൻ്റെ സ്നേഹിതരോടുകൂടെ പോകാൻ അവർ പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ലോകത്തിലെ കാര്യങ്ങളായിരിക്കും. ലോകവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു സാധാരണ മനുഷ്യനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകപരമായി അവൻ എന്താണ് ചിന്തിക്കുന്നത്? ലോകത്തിലുള്ളത് മാത്രമാണ്, അപ്പുറമായിട്ട് ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. ഈ 3 പേർ ആ വീട്ടിൽ വന്നപ്പോൾ അവർ ആ വീടിനൊരു അനുഗ്രഹം കൊടുത്തിട്ടാണ് പോകുന്നത്. എന്തായിരുന്നു ആ അനുഗ്രഹം? എന്തായിരുന്നു? അടുത്ത വർഷം ഒരു സന്തതി ഉണ്ടാകും. രണ്ടാമത്തെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമക്കളോടുള്ള കൂട്ടായ്മ നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ കൊണ്ടുവരും. എങ്ങനെയാണ്? ദൈവവുമായുള്ള ബന്ധത്തിൽ നല്ല പ്രാർത്ഥനയുള്ള, നല്ല കൂട്ടായ്മയുള്ള ഒരു ബന്ധത്തിൽ നിങ്ങൾ ചേർന്ന് വരണം. അതിന് നല്ലൊരു ആത്മീയമായ ബന്ധം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ സ്നേഹിതർ നിങ്ങളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് കൂടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും വരികയാണ്, അവർ വന്ന് എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? കുടുംബകാര്യങ്ങൾ, നാട്ടുകാര്യങ്ങളും മാത്രം സംസാരിക്കും. ദൈവിക വിഷയങ്ങൾ ഏതെങ്കിലും സംസാരിക്കാറുണ്ടോ? ഉണ്ടോ? എല്ലാം പറയുന്നത് ഏതായിരിക്കും? ലോക കാര്യങ്ങളായിരിക്കും. എന്നാൽ ഈ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന ഈ 3 സ്നേഹിതർ അവർ സംസാരിച്ചത് ദൈവിക കാര്യങ്ങളാണ്. എന്താണ് ദൈവിക കാര്യങ്ങളെന്നറിയാമോ? നിൻ്റെ വീട്ടിൽ ഒരു സങ്കടമുണ്ട്, നിൻ്റെ വീട്ടിൽ നിനക്ക് മക്കളില്ല എന്നൊരു സങ്കടമുണ്ട്,
നീ ഈ ദൈവത്തിൻ്റെ മക്കളോട് ഈ കൂട്ടായ്മയിൽ ചേർന്നിരുന്ന് പ്രാർത്ഥനയും യാചനയും അർപ്പിച്ചതുകൊണ്ട് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയും നിൻ്റെ വിശ്വാസം കണ്ടും 1 വർഷം കഴിയുമ്പോൾ നിൻ്റെ ഭാര്യയിലൂടെ നിനക്കൊരു കുഞ്ഞ് ദൈവം തരും. നമ്മൾ 2 കാര്യം പഠിച്ചു. ഒന്ന്, ദൈവത്തോടെ മക്കളോട് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ ദൈവം ദൈവിക ദർശനങ്ങളെ നമുക്ക് കാണിക്കും. ലോകത്തോട് ചേർന്നിരുന്നാൽ ലോകത്തിൻ്റെ കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റൂ. രണ്ടാമത്, ദൈവത്തിൻ്റെ മക്കളോടുള്ള നല്ല കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ ആ കൂട്ടായ്മകളിലൂടെ ദൈവം നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കും. കാര്യം മനസ്സിലായോ? ദൈവം എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിനെ അനുഗ്രഹിക്കും. അതിനൊരു കാരണം ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ആര് വന്നാലും അനാവശ്യമായ ഒരു ടോക്കിലും നമ്മൾ സമ്മതിക്കരുത്. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ കുടുംബത്തെ പ്രാർത്ഥിച്ച്, നമ്മുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം വിശുദ്ധിയോടെ നമ്മൾ സന്ധ്യാപ്രാർത്ഥനകളെല്ലാം നടത്തി അങ്ങോട്ട് പോവുകയാണ്. ഞാനതിൻ്റെ ഒരു പ്രശ്നം വരുന്നതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കും, പലരെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, അരുതാത്തത് പലതും പറയും. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സ്വർഗീയ അനുഭവത്തിൽ മറ്റൊരാളുടെ സംഭാഷണം കൂടെ കയറി വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുമോ കുറയുമോ? കുറയും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഏതെങ്കിലും സംഭാഷണങ്ങൾക്ക് മുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. ആ സംഭാഷണം അവിടെ നിർത്താനായിട്ട് പറയാൻ നമുക്ക് കഴിയണം. ഈ 3 പേര് അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നിട്ട് അവർ ദൈവത്തിൻ്റെ ഭക്തന്മാരാണ്. അവർ ദൈവിക കാര്യങ്ങൾ മാത്രമായിരിക്കും സംസാരിച്ചത്. ഇപ്പോൾ ദൈവിക കാര്യങ്ങൾ മാത്രം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കാണും, അവരൊരുമിച്ച് ദൈവത്തെ ആരാധിച്ചു കാണും. ബൈബിളിലൊരു ഭാഗമുണ്ട്, ഞാൻ ഓർമ്മിപ്പിക്കാം. യഹോവ ഭക്തന്മാർ ഓർമ്മയില്ലേ? തമ്മിൽ യഹോവ ശ്രദ്ധയോടെ അത് കേട്ടു. അപ്പോൾ യഹോവയുടെ ഭക്തന്മാർ തമ്മിൽ പറയുന്നത് ആര് കേൾക്കും? യഹോവ ശ്രദ്ധയോടെ കേൾക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഒരുമിച്ച് ചേർന്ന് ദൈവിക കാര്യങ്ങൾ പറയണം. അതാര് കേൾക്കും? ദൈവം കേൾക്കും. അത് നിങ്ങളുടെ വീടിന് നിങ്ങളറിയാതെ ബ്ലെസ്സിങ് ആയിട്ട് വരും. നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു, 2 കാര്യങ്ങൾ പഠിച്ചു, മറന്നു പോകരുത്. 3-ാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ എന്നോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് എന്താണ് സോദോമിലും ഗോമോറയിലും സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യും. 17-ാം വചനം. അബ്രഹാമിനോട് അത് മറച്ചു വയ്ക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ സകല ജാതികളെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ ഓരോന്നായിട്ട് പറയാം. 19-ാമത്തെ വാക്യമാണ്. യഹോവ അബ്രഹാമിനെക്കുറിച്ച് ദൈവം പറയുകയാണ്. ദൈവം പറയുന്നത്, ദൈവം അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും. ഇത് പറയുന്ന സമയത്ത് അബ്രഹാമിന് മക്കളുണ്ടോ? ഇല്ല. ദൈവം പറയുകയാണ്, അബ്രഹാമിന് ആരുണ്ടാകും? മക്കളുണ്ടാകും. അപ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നവനെക്കുറിച്ച് ദൈവം നാളെ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മക്കളെക്കുറിച്ച് ദൈവം നാളെ എന്താണ് അവന് വരാൻ പോകുന്നതെന്ന് ദൈവം പറഞ്ഞു കൊടുക്കും. ഇന്ന് കുഞ്ഞുങ്ങളില്ല, അവനോട് പറയുകയാണ്, നിനക്ക് ആരുണ്ടാകും? മക്കളുണ്ടാകും. വായിച്ചേ. അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അബ്രഹാമിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അബ്രഹാമേ, നിന്നെ വിളിച്ചതെന്തിനു വേണ്ടിയാണ്? നീ ഒറ്റയ്ക്കല്ല, നീ നിൻ്റെ മക്കളോടും നിൻ്റെ കുടുംബത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയോടും ന്യായത്തോടും കൂടി നടക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഇത് ആർക്കുള്ള വിളിയാണ്? നമുക്ക് ഓരോരുത്തർക്കും ഉള്ള വിളിയാണ്. എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി? ഞാൻ ഈ പറഞ്ഞത് അബ്രഹാമിനെ മാറ്റിയിട്ട് നമ്മൾ പറയണം എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും ദൈവം ഈ ലോകത്തിൽ വിളിച്ചിരിക്കുന്നത് നീതിയോടും ന്യായത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോകണം. മനുഷ്യ, നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കി എന്താണ് പറയുന്നത്?
ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ മറ്റെന്താകുന്നു ദൈവം നിന്നോട് ചോദിക്കുന്നത്? ഇത് ആരോട് പറഞ്ഞ വാഗ്ദത്തമാണ്? അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമാണ്. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് എങ്ങനെയാണ്? മനുഷ്യ, ഇതാണ് നിനക്ക് നല്ലതെന്ന് അവൻ പറഞ്ഞു തരും. ഈ പ്രാർത്ഥനാ ജീവിതമില്ലാത്ത ഒരു മനുഷ്യൻ പറയും, ഇതിനേക്കാൾ ലോകത്തിലുള്ളതാണ് നല്ലതെന്ന് പറയും. എന്നാൽ ദൈവം പറയും, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാതെ നിനക്ക് നല്ലത് ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. യഹോവ ഭക്തിയോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് നമ്മളിന്ന് രാവിലെ പഠിച്ചു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ മക്കളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് നീതിയോടും ന്യായത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കാൻ വേണ്ടിയാണ്, മറ്റൊന്നിനും വേണ്ടിയല്ല. ബാക്കിയെല്ലാം ദൈവം തരും. അത് നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് ആരാണ്? ജാതികളാണ്. നമുക്ക് അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നീതിയും ന്യായവുമുള്ള വ്യക്തിയാണോ നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടോ? ഇത് പറയുമ്പോൾ അബ്രഹാമിന് മക്കളില്ല, എന്നാൽ അബ്രഹാമിൻ്റെ മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, യു വിൽ ബിക്കം എ ബിഗ് നേഷൻ. നീ ഒരു ജാതിയായി തീരും, നീ ഒരു ദേശമായി തീരും, ഒരു രാജ്യമായി തീരും. അതുപോലെ സംഭവിക്കുകയാണ്. പതിയെ പതിയെ വളർന്ന് ഇസഹാക്കിലൂടെ യാക്കോബിലൂടെ ഇസ്രായേൽ മക്കൾ എന്ന പേരിൽ അവരിങ്ങനെ വളർന്നു വരുന്നതിന് പിന്നിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് ഉണ്ടായത്. പ്രാർത്ഥനാനിരതനായി മധ്യസ്ഥതയോടുകൂടി നിലനിന്ന ഒരു പിതാവ്. ആ പിതാവിനെയാണ് ആദ്യം ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. അബ്രഹാമിൻ്റെ ദൈവം, 2 ഇസഹാക്കിൻ്റെ ദൈവം, 3 യാക്കോബിൻ്റെ ദൈവം. അബ്രഹാമിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പറയും. നമ്മൾ ഇന്ന് പറയുന്ന വിശ്വാസത്തെക്കുറിച്ചല്ല, അബ്രഹാമിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. 3 കാര്യങ്ങൾ പറഞ്ഞു, മറന്നു പോകരുത്. ഒന്നാമത് പറഞ്ഞത് എന്തായിരുന്നു? ദൈവത്തിൻ്റെ ഭക്തന്മാരോട് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ ദൈവം നാളെ സംഭവിക്കാൻ പോകുന്ന ദൈവിക ദർശനങ്ങളെ നമുക്ക് കാണിക്കും. ഇല്ലെങ്കിൽ ലോകത്തിൻ്റെ കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റൂ. രണ്ടാമത് നമ്മൾ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ദൈവിക കാര്യങ്ങൾ വേണം നമ്മൾ സംസാരിക്കാൻ. അബ്രഹാമിൻ്റെ വീട്ടിൽ ദൈവിക ആലോചനകളുള്ള സൗഹൃദത്തെ അവൻ ചേർത്ത് നിർത്തി. യഹോവ ഭക്തന്മാർ തമ്മിൽ പറഞ്ഞു, യഹോവ ശ്രദ്ധയോടെ അത് കേട്ടു. ദൈവം അവരുടെ ജീവിതത്തിൽ 1 വർഷം കഴിയുമ്പോൾ കുഞ്ഞിനെ നൽകാമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, തൻ്റെ ഭക്തന്മാർക്ക്, തന്നോട് നിലവിളിക്കുന്നവർക്ക് ദൈവം ഒന്നും മറച്ചു വയ്ക്കില്ല. സോദോമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. മൂന്നാമത് നമ്മൾ പഠിച്ചതാണ്, സോദോമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അബ്രഹാമിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു കൊടുത്തു. മനസ്സിലായോ? സോദോമിൽ ആരാണ് താമസിക്കുന്നത്? ലോത്താണ്. അതായത് തൻ്റെ സഹോദരപുത്രനായ ലോത്തിൻ്റെ ഫാമിലിക്ക് എന്ത് സംഭവിക്കും? ലോത്ത് താമസിക്കുന്ന ദേശത്തിന് എന്ത് സംഭവിക്കും? നിൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും? ഇത് രണ്ടും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായൊരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. നമ്മൾ ആരുടെയും അരികിൽ പോയി നമ്മൾ ഭാവി ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ആരായി തീരുമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കും. ദൈവത്തിന് അതാണ് ആഗ്രഹം. ദൈവത്തിൻ്റെ മക്കളോട് ദൈവത്തിന് നേരിട്ട് സംസാരിക്കാനാണ് പ്രധാനമായും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കാനായി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നേരിട്ട് ദൈവശബ്ദം കേൾക്കാനായി നിന്നു കൊടുക്കണം. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഇപ്പം മക്കളില്ല, നിനക്ക് മക്കൾ കിട്ടും, നിൻ്റെ കുടുംബം നിനക്കുണ്ടാകും, നിങ്ങൾ നീതിയോട് ന്യായത്തോട് നടന്നാൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് വസിക്കുന്ന ദേശത്ത് പ്രശ്നങ്ങളുണ്ടാകും എന്നും പറയുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് സ്ഥലത്താണ് ലോത്ത് താമസിച്ചിരുന്നത്? സോദോം ഗോമോറ ഭൂപ്രദേശങ്ങളിലാണ്. ഇനി ഈ ദേശം ആര് തിരഞ്ഞെടുത്തതാണ്? ലോത്ത് തിരഞ്ഞെടുത്തതാണ്. എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ കലഹങ്ങളുണ്ടായപ്പോൾ ലോത്തിനോട് അബ്രഹാം പറഞ്ഞു, സ്നേഹിത അല്ലെങ്കിൽ സഹോദര, നിനക്കിഷ്ടപ്പെട്ട സ്ഥലം നീ തിരഞ്ഞെടുത്തോ. നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാം, നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം. ഈ ഒരു ചിന്ത അബ്രഹാമിന് ആരാണ് കൊടുത്തത്? ദൈവമാണ് കൊടുത്തത്. അപ്പോൾ അബ്രഹാമിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അബ്രഹാമിനുണ്ടായിരുന്നൊരു പ്രത്യേകത, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനിൽ ഉണ്ട്. എന്താണെന്നറിയാമോ? പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു തർക്കത്തിനും നിന്നു കൊടുക്കില്ല. നിങ്ങൾ ഇന്ന് മുതൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു തർക്കത്തിനും എന്ത് ചെയ്തില്ല? നിന്നു കൊടുക്കില്ല. ഏതെങ്കിലും ഒരു തർക്കം വന്നാൽ അങ്ങ് വിട്ടുകൊടുക്കും.
അതാണ് പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മനുഷ്യൻ്റെ പ്രത്യേകത. ഇല്ലാത്ത മനുഷ്യൻ എന്ത് ചെയ്യും? ഒരു ചെറിയ അതിരിൻ്റെ പേരിൽ പോലും അവിടെ കിടന്ന് തർക്കിക്കും. മനസ്സിലായോ? ഇതാണ് പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനും പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്ത മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യൻ ഏത് ലോകത്തിൻ്റെ തർക്കത്തിൻ്റെ ഇടയിൽ പെട്ടുപോയാലും അവൻ പതിയെ വിട്ടുകൊടുക്കും. ലോകത്തിൻ്റെ മനുഷ്യൻ എന്ത് ചെയ്യും? ഒട്ടും വിട്ടുകൊടുക്കില്ല. ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല. നമ്മുടെ വശം ജയിക്കാനായിട്ട് നിൽക്കും. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ പിടിച്ച മുയലിന് എത്ര കൊമ്പാണോ അത്രയും കൊമ്പ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ നിൽക്കും. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തോടുള്ള പ്രാർത്ഥനാബന്ധം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, പോട്ടെ, കുഴപ്പമില്ല. കാരണം ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അങ്ങനെ പറയാൻ പറ്റുന്നത്. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഒരു വസ്ത്രം ചോദിക്കുന്നവന് അതെന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. നിന്നോട് കൂടെ 1 മൈൽ യാത്ര ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ 2 മൈൽ യാത്ര ചെയ്യണം. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവൻ എന്ത് ചെയ്യണം? മറു ചെകിടും കൂടെ കാണിച്ചു കൊടുക്കണം. ഇതാണ് പ്രാർത്ഥനാ മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? മറു ചെകിടത്തും കൂടെ അടിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ പോകുകയുള്ളൂ. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതിന് കാരണം ഞാൻ പറയുന്നത്, അബ്രഹാം തൻ്റെ വീട്ടിൽ വലിയൊരു ക്ലാഷ് ഉണ്ടാവുകയാണ്. അബ്രഹാമിൻ്റെ ഇടയന്മാർ, ലോത്തിൻ്റെ ഇടയന്മാർ. അബ്രഹാം ഒരു വഴിയെ നിങ്ങൾ ഒഴിഞ്ഞു മാറിപ്പോയി. കാരണം പ്രാർത്ഥനാ ജീവിതമാണ്. നിങ്ങൾക്ക് നല്ലൊരു പ്രയർ ലൈഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യും? വാളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊണ്ടിരിക്കും. അവസാനം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടു പോകും. പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരാൾ വിട്ടുകൊടുക്കും. പോട്ടെ, കുഴപ്പമില്ല. ചിലപ്പോൾ ന്യായം നമ്മുടെ ഭാഗത്തായിരിക്കും, എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വലതുവശത്തോട്ടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഇടതുവശത്തോട്ട് പോയിക്കൊള്ളാം. ഒഴിഞ്ഞങ്ങ് മാറും. അല്ലേ? എന്തുകൊണ്ടാണത് പറ്റുന്നത്? പ്രാർത്ഥനാ ജീവിതം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ അബ്രഹാമിൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് അബ്രഹാം ചെയ്ത കാര്യമാണ് ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ വിട്ടുകൊടുക്കും. ഇത് രണ്ടും പ്രാർത്ഥനയിലൂടെ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു കരുത്താണ്. അങ്ങനെ കഴിഞ്ഞപ്പോൾ അബ്രഹാം നീരോട്ടമുള്ള സ്ഥലം നോക്കി ഒരു ദേശം കണ്ടെത്തി. അതാണ് ഈ സോദോം ഗൊമോറ ഭൂപ്രദേശം. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നമെന്ന് പറയുന്നത് നല്ല നീരോട്ടമൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അത്ര നല്ല ആൾക്കാരൊന്നുമല്ല. അവരുടെ ഇടയിലുള്ള പാർപ്പ് ലോത്തിനെയും കുടുംബത്തെയും പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ വരെ എത്തിക്കുകയാണ്. എന്താണ് അവിടുത്തെ പ്രശ്നമാണെന്നറിയാമോ? അവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. 19-ാം അധ്യായം, ഉൽപ്പത്തി 19-ാം അധ്യായത്തിലുണ്ട്. ഈ അബ്രഹാമിൻ്റെ അരികിൽ നിന്ന് പോയ ഈ 2 ദൈവദൂതന്മാർ എവിടെ എത്തി? നേരെ സോദോമിലെത്തി. 19-ാം അധ്യായം നമ്മൾ വായിക്കുക. അവർ ആരുടെ വീട്ടിലെത്തി? ലോത്തിൻ്റെ വീട്ടിൽ പോയി. ലോത്തിൻ്റെ വീട്ടിൽ പോയി അവരവിടെ ഒരുമിച്ചിരുന്ന് ഫെലോഷിപ്പൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിഞ്ഞു. 5-ാമത്തെ വാക്യം, 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവർ ലോത്തിനെ വിളിച്ചു. ആരാണ് വിളിച്ചത്? ഇവിടെ 2 പുരുഷന്മാർ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ ആൾക്കാർ വന്നു. കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറേ പുരുഷന്മാർ. അവർ വന്നു. ആരുടെ വീട്ടിൽ വന്നു? ലോത്തിൻ്റെ വീട്ടിൽ വന്നു. ലോത്തിൻ്റെ വീട്ടിൽ ഒരു കൂട്ടം പുരുഷന്മാർ വന്നു. ആരെ തിരക്കിയാണ് വരുന്നത്? ഈ വീട്ടിൽ 2 പുരുഷന്മാർ വന്നിട്ടുണ്ട്. ഈ 2 പുരുഷന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയാണ് വിട്ടുതരണമെന്ന് പറയുന്നതെന്നറിയാമോ? എന്തിനു വേണ്ടിയാണ് വിട്ടുതരുന്നത് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനായിട്ടാണ് അവരോട് പറയുന്നത്. അതാണ് ആ ദേശത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ. കാര്യം പിടികിട്ടിയോ? പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് വേണ്ടി ആരെ വിട്ടുകൊടുക്കണം? അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിൻ്റെ വീട്ടിൽ വന്ന 2 പുരുഷന്മാരെ വിട്ടുകൊടുക്കണം. അതാണ് അവരുടെ നിർബന്ധം. അപ്പോൾ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് ഒരു മറുപടി പറയും. എന്താണ് പറയുന്നത് അറിയാമോ? ഈ പുരുഷന്മാരെ ഞാൻ വിട്ടുതരില്ല. എന്നാൽ കന്യകമാരായ വിവാഹം കഴിപ്പിക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്. അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടുതരാം. ആ പുരുഷന്മാർ ആ പെൺകുട്ടികളെ വേണമെന്ന് പറഞ്ഞോ? ഇല്ല. അപ്പോൾ ഇതാണ് ആ ദേശത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ. അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെക്കാൾ സ്വവർഗ ഭോഗങ്ങളിൽപ്പെട്ട് ആ ദേശം മലിനപ്പെട്ടു പോയി. അങ്ങനെ ഒരു ദേശമാണേത്? സോദോം എന്ന് പറയുന്ന ദേശം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ന് ലോകത്തിൻ്റെ പല മേഖലകളിലും പല രാജ്യങ്ങളിലും ഇതുപോലെ ഇതെല്ലാം നിയമവിധേയമാക്കിയിട്ടുണ്ട്. പല സഭകളും അതിനെന്താക്കിയിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്.
അങ്ങനെയുള്ള പള്ളികളിലൊക്കെ ഭയങ്കര ജനത്തിരക്കാണ്. വിദേശ രാജ്യങ്ങളിലുള്ള പല പള്ളികളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചർച്ചസിൽ 10,000-കണക്കിന് മെമ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രശ്നമില്ല എന്ന് പറയുന്ന ചർച്ചസിൽ ധാരാളം മെമ്പേഴ്സ് ഉണ്ട്. ഇത് തെറ്റാണ് എന്ന് പറയുന്നിടത്ത് ആരില്ല? ദൈവത്തെ ആരാധിക്കാനായിട്ട് വരാനായിട്ട് ആരുമില്ല. എൻ്റെ ഒരു ചോദ്യം, ബൈബിൾ പരമായിട്ട് ഇത് ശരിയാണോ തെറ്റാണോ? എന്താണ്? തെറ്റാണ്. തെറ്റാണെന്ന് ആര് തന്നെ പറഞ്ഞിട്ടുണ്ട്? ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ലോകം ഈ ഒരു കോണിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ശരിവയ്ക്കുന്ന ഒരു രീതിയിലൂടെയാണ് മനുഷ്യൻ്റെ താല്പര്യം. പല മേഖലകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കുടുംബങ്ങൾക്കും ഉള്ളിൽ, പല ദേശങ്ങളിലും ഇതുപോലെ തകർച്ചകൾ ഉണ്ട്. അപ്പോൾ ലോത്ത് താമസിച്ചിരുന്ന ഒരു ദേശത്ത് ഇങ്ങനെ ഒരു തകർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ലോത്തിൻ്റെ പെൺമക്കളെ വിവാഹം കഴിക്കാൻ പോലും ആരില്ല? പുരുഷന്മാരില്ല. നിങ്ങൾ നോക്കിക്കൊള്ളാം, ലോത്തിൻ്റെ പെൺമക്കളെ വിവാഹം കഴിക്കാൻ പോലും ആരുമില്ല. അതാണ് ആ ദേശത്തിൻ്റെ പ്രത്യേകത. കുടുംബജീവിതം നയിക്കാൻ താല്പര്യമില്ല, കുടുംബമായി പാർക്കാൻ താല്പര്യമില്ല, അതിലൂടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കുടുംബമായി ദൈവസന്നിധിയിൽ വസിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു തലമുറയാണ് ആ സമൂഹത്തിലുള്ളത്. അതായത് ഫാമിലി ലൈഫിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു സമൂഹം. ഒറ്റ വാക്കിൽ ഞാൻ അങ്ങനെ പറയും. കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്താണ് ആര് താമസിക്കുന്നത്? ലോത്ത് താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഈ വലിയ അപകടം വരാൻ പോകുന്നു എന്ന് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. അബ്രഹാമിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. കാര്യം അവിടെ ഉള്ളത് ആരാണ്? തൻ്റെ സഹോദരപുത്രനാണ്. അതുകൊണ്ട് തന്നെ സങ്കടം വന്നിട്ട് പറയുകയാണ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, 50 നല്ല ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കുമോ? ഇതിൻ്റെ പേരാണ് ഇത് മധ്യസ്ഥത. മനസ്സിലായോ? 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുമോ? അടുത്ത് ചോദിക്കുകയാണ്, 50 പേര് കാണില്ല, അടുത്ത് എത്ര പേരായി? 5 പേരെ കുറച്ചു, 45 പേരുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുമോ? എന്ത് പറഞ്ഞു? നശിപ്പിക്കാതിരിക്കുക. എങ്കിലും അബ്രഹാമിന് തോന്നി 45 ഇങ്ങനെ ഇരുന്ന് കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അയ്യോ, എത്രയും പേരുണ്ടാകുമോ? വീണ്ടും കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ എത്ര പേരുണ്ട്? എണ്ണം കുറവ്. വീണ്ടും ചോദിച്ചു, 10 പേരെ കുറച്ച്. വീണ്ടും ചോദിച്ചു, ഞാനൊരു 40 പേരുണ്ടെങ്കിലോ, 30 പേരുണ്ടെങ്കിലോ, 20 പേരുണ്ടെങ്കിലോ? അതുവരെ എത്തി. ഏറ്റവും ഒടുവിൽ നോക്കിയിട്ട് ഇത് ഇനി അറ്റ കൈക്ക് ഞാനിനി ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും പറയുകയാണ്. ഞാനിനി ഒന്നും ചോദിക്കില്ല, ഒരേ ഒരു പ്രാവശ്യം കൂടെ ഞാൻ മധ്യസ്ഥത ചെയ്യും. എത്ര പേരുണ്ടെങ്കിൽ? 10 പേരുണ്ടെങ്കിൽ ആ ദേശത്തെ നീ രക്ഷിച്ച് ആ ദേശത്തെ കൈക്കൊള്ളുമോ? ചോദിക്കുകയാണ്. 10 പേരുണ്ടായിരുന്നോ അവിടെ? ഇല്ലായിരുന്നു അല്ലേ? അതായത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി പോയി എന്നതാണ് അതിൻ്റെ അർത്ഥം. ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായ ഒരു 45 പേരെ ദൈവം നമുക്ക് തന്നു. എങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്? മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ദൈവം നിങ്ങളെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ദൈവം പറയുകയാണ്, ഒരു ദേശത്ത് 10 പേരുണ്ടെങ്കിൽ ആ ദേശത്ത് ദൈവം എന്തു ചെയ്യും? അനുഗ്രഹിക്കും. നിങ്ങളെ 45 പേരെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ അബ്രഹാം മധ്യസ്ഥത ചെയ്തതുപോലെ അതിനൊരു കാരണമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന എന്ന കോട്ടയിലൂടെ ഈ ദേശത്തെ മുഴുവൻ ദൈവം അനുഗ്രഹിക്കും. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഈ ഒരു കണക്ഷൻ കിട്ടിയോ? നിങ്ങളെ തിരഞ്ഞെടുത്തത് വെറുതെയല്ല. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാക്കുന്ന വലിയൊരു കോട്ടയുണ്ട്. ഈ കോട്ട ഭേദിച്ച് ഈ ദേശത്ത് ഒരു ശത്രുവിന് പ്രവേശിക്കാനായി കഴിയില്ല. പക്ഷേ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഒരാളെങ്കിലും മുടക്കം വരുത്തി കഴിഞ്ഞാൽ അതിലൂടെ ആര് പ്രവേശിക്കും? ശത്രു പ്രവേശിക്കും. അതുകൊണ്ട് ചെറിയ കാര്യമില്ല. അബ്രഹാം ചോദിച്ചു, പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടോ? 50 പേരുണ്ടോ? 10 പേരുണ്ടോ? നീതിമാനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന 10 പേരുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യില്ലായിരുന്നു? ആ ദേശത്തെ നശിപ്പിക്കില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള വലിയൊരു കോളാണ്. നിങ്ങളെ ദൈവം ഈ ദേശത്താക്കിയിരിക്കുന്നത് ഏതിനു വേണ്ടിയാണ്? ഈ ദേശത്തിൻ്റെ കാവൽക്കാരായിട്ടാണ്. ഈ ദേശത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ ദേശത്താണ് നിങ്ങളുടെ കുടുംബം ഉള്ളത്. ഈ ദേശത്താണ് നിങ്ങളുടെ വീടുള്ളത്. ഈ ദേശത്താണ് നിങ്ങളുടെ മക്കൾ ഇനി വളർന്നു വരേണ്ടത്.
ഈ ദേശത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും നന്മയും നിങ്ങൾ തേടി വരേണ്ടത്. ഈ ദേശത്ത് നിന്ന് നിങ്ങൾ ഇളകിപ്പോകാൻ പാടില്ല. ഈ ദേശത്ത് നിങ്ങൾ വർദ്ധിച്ചു വരണം. ഈ ദേശത്ത് നിങ്ങൾ സമർത്ഥമായി ഉയർന്നു വരണം. അതിന് ദൈവം വച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയാണ് നിങ്ങൾ ഒരുമിച്ച് ഈ പ്രാർത്ഥനയുടെ ഒരു വേലി, ഒരു കോട്ട നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന കണ്ട് ഈ ദേശത്തെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. നിങ്ങളുടെ മക്കളെയും തലമുറകളെയും ദേശത്ത് ദൈവം മാനിക്കും. ഉന്നത നിലകളിലേക്ക് അവരെ ഇരുത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവം അതിൽ നിന്ന് ഒരിക്കലും വാക്കുമാറില്ല. എന്തിന് നിങ്ങൾക്കിതിനു വേണ്ടി ദൗത്യം തന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. മധ്യസ്ഥത ചെയ്യാൻ പറ്റുന്ന 50 പേരുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യില്ലായിരുന്നു? ആ ദേശം നശിക്കുകയില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് 10 പേരുണ്ടായിരുന്നെങ്കിൽ ആ ദേശം നശിക്കുകയില്ലായിരുന്നു. നമ്മൾ എത്ര പേരുണ്ട്? 45 പേരുണ്ട് അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദേശവും നമ്മുടെ കുടുംബങ്ങളും എന്ത് ചെയ്യും? വിശ്വാസമുണ്ടോ? അതായത് ഒരു വലിയ ദേശമാണ്, ചെറിയ ദേശമൊന്നുമില്ല. നമ്മൾ മലപ്പുറം ദേശം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദേശമാണ്. ഒരു 2 വലിയ പട്ടണങ്ങൾ അബ്രഹാം പറയുകയാണ്, ഈ പട്ടണം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ 10 പേര് മതി, 50 പേരൊന്നും വേണ്ട. ഈ പട്ടണം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എത്ര പേര് മതി? 10 പേര് മതി. എന്നാൽ ദൈവം നിങ്ങൾ 45 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ആട്ടിൻകൂട്ടമല്ല, നിങ്ങൾ വലിയൊരു എണ്ണമാണ്. നിങ്ങൾ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ദേശത്തിലെ നിങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. നാളെ ആരും വന്ന് നിങ്ങളെ ഇനി ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളൊരു കോട്ട ബിൽഡ് ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. പക്ഷേ ഒരു ദിവസം പോലും അതിന് നിങ്ങൾ കുറവ് വരുത്തരുത്. കുറവ് വരുത്തിയാലുള്ള പ്രശ്നം 40 പേരിൽ തുടങ്ങി അവസാനം നമ്മൾ നോക്കുമ്പോൾ 40 പേരായി. 40 എത്രയായി? 30 20 അവസാനം പ്രാർത്ഥിക്കാതെ 10 എണ്ണി നോക്കുമ്പോൾ 10 ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ദേശം തകർന്നു പോകും. നിങ്ങളുടെ ജീവിതത്തിലും ആ തകർച്ച വരും. ഞാൻ പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾ നിന്ന് പ്രാർത്ഥിച്ചാൽ ദേശവും നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾ വൈദികരെല്ലാ കാലവും നിങ്ങളുടെ ദേശത്ത് കാണില്ല. ഞങ്ങൾ വരും, പോകും. നിങ്ങളുടെ ദേശത്തിനും നിങ്ങളുടെ മക്കൾക്കും ഞങ്ങൾ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആരുടെ ചുമതലയാണ്? ജനത്തിൻ്റെ ചുമതലയാണ്. നിങ്ങൾ 45 പേരുണ്ട്, അത് 10 പേരായി ചുരുങ്ങിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ സ്ട്രെങ്ത് ഉണ്ടാവോ ഇല്ലയോ? ഇല്ല, കുറഞ്ഞു വരും. 10 പേരിനേക്കാൾ കുറഞ്ഞു പോയാലോ ദേശം നശിച്ചു പോകും, നമുക്ക് നഷ്ടങ്ങൾ വരും. അതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിയും അതിനെ സീരിയസ് അല്ലാത്ത രീതിയിൽ അതിനെ കാണരുത്. ഡെഫിനറ്റായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ സംഭവമെല്ലാം കഴിഞ്ഞു. അബ്രഹാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ ദാസന്മാരോട്, ദൈവദൂതന്മാരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവിടെ നിന്ന് പോയി. ഇനി നമ്മൾ വായിക്കേണ്ടത് 19-ാം അധ്യായം 29-ാമത്തെ വചനം. 19-ാം അധ്യായം 29-ാമത്തെ വചനം. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇത് സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് ലോത്തിൻ്റെ വീട്ടിൽ വന്ന പുരുഷന്മാരോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന പുരുഷന്മാരെ തരില്ല, ഞാൻ പകരം വേണമെങ്കിൽ എൻ്റെ 2 പെൺമക്കളെ തരാം. എന്നിട്ടും അവർ വാതിൽ തള്ളി തുറക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് വാതിൽ തുറന്ന് ഇവർ ലോത്തിനെ നേരെ വലിച്ച് റൂമിനകത്തേക്ക് കയറ്റി റൂം പൂട്ടി. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ മകളെ നിൻ്റെ പെൺമക്കൾക്ക് വിവാഹമായല്ലോ, വിവാഹ ആലോചനകൾക്ക് ആകുന്നുണ്ടല്ലോ, അവരെ വിവാഹത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവരോടുകൂടെ നിങ്ങൾ പറയണം, താല്പര്യമുണ്ടെങ്കിൽ തിരിച്ചു വാ. അവർ വന്നോ? ഇല്ല. അങ്ങനെ 4 പേരോട് പറഞ്ഞു, ആ കാണുന്ന മലയിലേക്ക് ഓടിപ്പോവുക, ഇത് നശിക്കും. അപ്പോൾ പറഞ്ഞു, ഞാൻ ക്ഷീണിതനാണ്, എനിക്കിനി ഒത്തിരിയൊന്നും യാത്ര ചെയ്യാനായിട്ട് കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവ സാന്നിധ്യമില്ലാത്തവർ താമസിക്കുന്ന ഇടത്ത് നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരായിപ്പോകും? നമ്മൾ ക്ഷീണിച്ചു പോകും. കാര്യം പിടികിട്ടിയോ? എന്നാൽ അബ്രഹാം ലോത്തിനെക്കാളും പ്രായമുണ്ടോ ഇല്ലയോ? ഉണ്ട്. പക്ഷേ ഇപ്പോഴും അബ്രഹാം ആരാണ്? കരുത്തനാണ്. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് പ്രാർത്ഥനയിൽ നീ നിലനിന്ന് കഴിഞ്ഞാൽ ദൈവം പറയുകയാണ്, നീ നിൻ്റെ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വാർദ്ധക്യത്തിലും ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നിലനിന്ന അബ്രഹാം ഇപ്പോഴും കരുത്തനാണ്. അവൻ ഇനിയും മല കയറും, ഇനിയും അവൻ മുകളിലോട്ട് പോകും. ഞാൻ പറഞ്ഞു തരാം. ഇതിന് ശേഷമാണ് ലോത്തിൻ്റെ ഈ സംഭവത്തിന് ശേഷം അബ്രഹാം വയസ്സ് എന്നു അവൻ മല കയറി മകനെയും കൊണ്ട് എവിടെ പോയി? അവന് മല കയറാൻ ക്ഷീണം വന്നോ? ഇല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ഏത് മലയും കുന്നും കയറാൻ, ഏത് വലിയ ദുർഘടങ്ങളെയും അതിജീവിക്കാൻ ഏത് പ്രായത്തിലും ദൈവം കരുത്ത് കൊടുക്കും. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്തവരുടെ ഇടയിൽ ജീവിച്ച ലോത്തിന്
രക്ഷപ്പെടാൻ ഒരു മല കാണിച്ചു കൊടുക്കുമ്പോൾ മലയിലേക്ക് ഓടിക്കയറാനുള്ള ആരോഗ്യം പോലുമില്ല എന്ന് അവൻ പറയുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവ സാന്നിധ്യം കുറഞ്ഞെടുത്ത് നമ്മൾ വസിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഒരു കാര്യവും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ടെത്തില്ല. കാര്യം പിടികിട്ടിയോ? നിങ്ങളുടെ വീട് ദൈവ സാന്നിധ്യമില്ലാത്തൊരു വീടാണെങ്കിൽ ഒരു എഴുന്നേറ്റവും നിങ്ങൾക്കുണ്ടാവില്ല. കാരണം ആ വീട് ആദ്യം എങ്ങനെ മാറ്റണം? ദൈവ സാന്നിധ്യമുള്ള ഇടമാക്കി പ്രാർത്ഥനയും പ്രാട്ടും എല്ലാം അതിനകത്ത് വരണം. അവിടെ നിന്ന് ഒരു ഉയരത്തിലേക്ക് നിങ്ങൾക്ക് ഓടിക്കയറാൻ പറ്റില്ല. കാര്യം വ്യക്തമാവുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തു, അടുത്ത് കാണുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് ഓടിപ്പിക്കും. അങ്ങനെ ഓടിപ്പോകുന്നതിനിടയിൽ ആര് ഉപ്പ് തൂണായി? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അവിടെ കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഒരു സ്ഥലമാണെന്നാണ് ഞാൻ പറഞ്ഞത്. കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്തതിന് കാരണമെന്ന് പറഞ്ഞാൽ കുടുംബത്തിനുള്ളിൽ എന്തില്ല? ഐക്യതയില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞത് ആര് കേട്ടില്ല? ഭാര്യ പറഞ്ഞത് കേട്ടില്ല. ഭർത്താവിലൂടെ വന്ന ദൈവശബ്ദം ഭാര്യ കേട്ടില്ല. ലോകത്തിലേക്ക് നോക്കി. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് ആരിലേക്ക് നോക്കി? ദൈവത്തിലേക്ക് നോക്കി. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പിന്നാലെ പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ വരണമെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്? ആഗ്രഹിക്കരുത്. അവർ വേണമെങ്കിൽ വന്നോളും, അവരത് ക്രമീകരിച്ച് വരണം. പക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ മുന്നോട്ട് ഓടുക. നിങ്ങൾക്കെല്ലാവരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാനൊന്നും കഴിയില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടിയുള്ള ദൂത് പറയുക. ഇതാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്, ഇതെല്ലാം വിട്ട് ഓടണം. പക്ഷെ അവർ വീണ്ടും ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് പെർമിഷനില്ല. അബ്രഹാം ദൈവത്തോട് ചേർന്ന് നിന്നു. ഇപ്പോഴും ലോത്തും ആരോട് ചേർന്ന് നിന്നു? ദൈവത്തോട് ചേർന്ന് നിന്നു. ലോത്ത് ചെയ്ത നല്ലൊരു കാര്യമുണ്ട്, ഭാര്യ പോയാൽ പോട്ടെ, എനിക്കാരുണ്ട്? ദൈവമുണ്ട്. അതാണ് വിശ്വാസം. തിരിഞ്ഞു നോക്കിയില്ല. കർത്താവ് പറയുകയാണ്, അന്ന് നിങ്ങൾ വയലിലിരിക്കും, പൊടിച്ചുകൊണ്ടിരിക്കും, 2 പേരായിട്ടിരിക്കും, ഒരാളെ എന്തു ചെയ്യും? സ്വീകരിക്കും. 2 പേരും ചേർന്ന് ദൈവസന്നിധിയിൽ എത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷ നമ്മൾ തന്നെ നോക്കിക്കൊള്ളണം. ഓരോ ഉറപ്പുമില്ല. നമ്മളെല്ലാവരും ദൈവസന്നിധിയിലേക്ക് എത്തണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ഒരുമിച്ച് വേണമെന്നുള്ളതല്ല, ഒറ്റയ്ക്ക് ദൈവവുമായുള്ള ബന്ധം പ്രാർത്ഥനയിലൂടെ ഉണ്ടാക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പേഴ്സണൽ പ്രെയർ ഉണ്ടാകണം. പിടികിട്ടിയോ? ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന ഉണ്ടാകണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് പ്രയറിനൊക്കെ അത് പ്രശ്നമില്ല. പക്ഷേ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു വാക്യം വായിക്കാം, 29-ാം വചനം. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു, ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. എന്തുകൊണ്ട് ലോത്ത് വിടുവിക്കപ്പെട്ടു? എന്തുകൊണ്ട്? ദൈവം ആരെ ഓർത്തു? അബ്രഹാമിനെ ഓർത്തു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർത്ത് മറ്റുള്ളവരെ ദൈവം എന്ത് ചെയ്യും? രക്ഷിക്കും. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകത. ആരാണ് മധ്യസ്ഥത ചെയ്തത്? ഒരു ദേശത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്തിട്ട് പറഞ്ഞു 10 പേരുണ്ടെങ്കിൽ ദേശത്തെ നശിപ്പിക്കുകയില്ല. എങ്കിൽ അബ്രഹാം ഒരു പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിച്ചു കാണും. എന്തായിരിക്കും പ്രാർത്ഥന? എൻ്റെ സഹോദരൻ കുടുംബത്തെയെങ്കിലും എന്ത് ചെയ്യണം? ഒന്ന് കരുതിക്കൊള്ളണമേ. നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ പറ്റണം. മനസ്സിലായോ? എൻ്റെ സഹോദര കുടുംബത്തെയെങ്കിലും അവർ ഒന്ന് തിരിഞ്ഞു വന്നാൽ അവരെയെങ്കിലും ഒന്ന് നോക്കിക്കൊള്ളണമേ. ആ ഒരു പ്രാർത്ഥന ആർക്കുണ്ടായിരുന്നു? അബ്രഹാമിനുണ്ടായിരുന്നു. ആ ഒരു പ്രാർത്ഥന കാരണമാണ് ലോത്തും കുടുംബവും രക്ഷ പ്രാപിച്ചത്. അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് ഇപ്പോൾ പിടികിട്ടിയോ? നടക്കുമോ? നടക്കും അല്ലേ? അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾക്കുണ്ടാകേണ്ട വിശ്വാസം, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അതിൽ ഉത്തരം തരും. അബ്രഹാം ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ അതിൻ്റെ മേൽ ദൈവം ഒരു അനുഗ്രഹം ആ ദേശത്ത് കൊടുത്തു. ആ ദേശത്ത് പാർത്ത ഒരു കുടുംബത്തെ ദൈവം എന്ത് ചെയ്തു? വീണ്ടെടുത്തു. അങ്ങനെ ആ വീണ്ടെടുത്ത് അവരെ നന്മയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളിന്ന് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിച്ചത്. മധ്യസ്ഥ പ്രാർത്ഥന എങ്ങനെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റും. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ദൈവം എങ്ങനെയാണ് ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നത്, മധ്യസ്ഥ പ്രാർത്ഥനകൾ എത്രത്തോളം ജീവിതത്തിന് അനുഗ്രഹമായി തീരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി 1-2 ഭാഗങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം. യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായം 30-ാം തിരുവചനം. യഹസ്കേൽ
22-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ തിരുവചനം. അവിടെ ദൈവം ഒരു ഓപ്ഷൻ വയ്ക്കുകയാണ്. ഇവിടെ ഒരു ഓപ്ഷൻ വെച്ചത് ആരായിരുന്നു? ആരാണ്? അബ്രഹാമായിരുന്നു. എന്നാൽ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 30-ാം വചനത്തിൽ ദൈവം ഒരു ഓപ്ഷൻ വയ്ക്കുകയാണ്. ഞാനത് വായിക്കാം. അവിടെയും ദേശമാണ് പ്രശ്നം. 29-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് എവിടെ ഉണ്ടായിരുന്ന പ്രശ്നമാണ്? ഇതേ പ്രശ്നം എവിടെ കാണാൻ പറ്റും? സോദോമിലും ഗൊമോറയിലും കാണാൻ പറ്റും. എന്താണ് അവിടെയുള്ള പ്രശ്നം? ദേശത്തിലെ ജനം മറ്റുള്ളവരെ ഞെരുക്കുന്നു. രണ്ടാമത് എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുന്നു. പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുന്നു. ലോത്തിൻ്റെ വീട്ടിൽ വന്ന 2 പേർ ആരായിരുന്നു? പരദേശികളാണ്. അവരെയും എന്ത് ചെയ്തു? പീഡിപ്പിക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവം ഒരു ഓപ്ഷൻ വയ്ക്കുകയാണ്. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. എന്നിട്ടെന്ത് പറഞ്ഞു? ഞാൻ കണ്ടെത്തിയില്ല, ആരെയും കണ്ടെത്തിയില്ല. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി അവരുടെ മേൽ അയക്കും. ഇനി രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബത്തെയാണ് നമ്മൾ ഇനി മനസ്സിലോട്ട് കൊണ്ടുവരേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൃത്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലെ തടസ്സങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? ദൈവം അനുഗ്രഹിക്കും. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? ദൈവം കൈവിടും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആര് മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കണം? നിങ്ങൾ മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കണം. ഒരാൾ മധ്യസ്ഥത ചെയ്യാൻ മതി, ഒരാൾ കൂടുതലൊന്നും വേണ്ട. ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഒരാൾ കൊണ്ട് ആ ദേശം മാറും. ഉദാഹരണം ഞാൻ പറയാം. ഏലിയാവെന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ വേഗത്തിൽ ഓടി വന്ന് പറയുകയാണ്, തിസ്ബിനായ ഏലിയാവ്. മറ്റൊരു അഡ്രസ്സും ഇല്ല. ഓടി വന്നിട്ട് പറയുകയാണ് ആഹാബ് രാജാവിനോട്, പ്രാർത്ഥനയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും ശക്തിയിൽ നിറഞ്ഞുകൊണ്ട്, ഞാൻ പറയാതെ ഈ ദേശത്ത് മഴ പെയ്യില്ല, ഞാൻ പറയാതെ ഈ ദേശത്ത് ഒരു തുള്ളി വെള്ളം വീഴില്ല, ഇത്രയും പറഞ്ഞിട്ട് ഓടിപ്പോവുകയാണ്. എവിടെ നിന്നാണ് ഈ ബലം കിട്ടിയത്? ദൈവം കൊടുത്ത പ്രാർത്ഥനയിലുള്ള വിശ്വാസത്തിലുള്ള ബലമാണ്. ഒരു മനുഷ്യൻ അവിടെ മഴ പെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ദേശത്ത് മഴ പെയ്തില്ല. അതായത് ഒരു ദേശത്ത് എന്തെങ്കിലും മാറ്റം നടക്കണമെന്നുണ്ടെങ്കിൽ 1000 പേരൊന്നും വേണ്ട. എത്ര പേര് മതി? ഒരാൾ മതി. മഴ പെയ്തില്ല. എന്നിട്ട് പറയുന്നു അടുത്ത ദിവസം മഴ പെയ്യും, ഇതാ മഴയുടെ മേഘം ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. രഥം പൂട്ടി ഓടുകയാണ്. അതിന് മുൻപേ ഓടുകയാണ്. എങ്ങനെ കിട്ടി? പ്രാർത്ഥനയിലുള്ള ബലവും വിശ്വാസവുമാണ്. മഴ പെയ്യിപ്പിക്കാതിരിക്കാനും മഴ പെയ്യാനും ഒരു ദേശത്ത് ഒരു മനുഷ്യന് വിചാരിച്ചാൽ സാധിക്കുമെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ സ്വർഗീയ അനുഗ്രഹമാകുന്ന മഴ പെയ്യിക്കാനും സ്വർഗീയ അനുഗ്രഹങ്ങളെ കിട്ടാതിരിക്കാനും നിങ്ങളുടെ പ്രാർത്ഥന എന്ന മധ്യസ്ഥതയ്ക്ക് കഴിയും. നിങ്ങൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരേണ്ട അനുഗ്രഹങ്ങൾ എന്തു ചെയ്യും? ബ്ലോക്ക് ചെയ്യും. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല, നമുക്ക് തിരക്കാണ്. രാവിലെ ജോലിക്ക് പോകണം, രാവിലെ കുടുംബകാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അവർക്ക് പഠിക്കണം, എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. പക്ഷേ ഏതിന് മാത്രം സമയമില്ല? പ്രാർത്ഥിക്കാൻ മാത്രം സമയമില്ല. ദൈവം പറയുന്ന ഒരു കാര്യം, നിനക്കെല്ലാ അനുഗ്രഹങ്ങളും ഞാൻ തരും, എൻ്റെ അടുത്തിരിക്കാൻ നിനക്ക് സമയമുണ്ടോ? എന്നോട് ചോദിക്കാൻ നിനക്ക് സമയമുണ്ടോ? ഞാൻ പറയുന്ന ആലോചന കേൾക്കാൻ സമയമുണ്ടോ? എങ്കിൽ ദൈവം പറയുന്നു, നിനക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരും, നീ ആലോചിക്കേണ്ട കാര്യമില്ല, നിനക്ക് അനർത്ഥം വരാതെ ദൈവം നോക്കിക്കൊള്ളും. നിങ്ങൾ ഇന്ന് മുതലൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഒരു തീരുമാനം എടുക്കണം. പറ്റുമോ? ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമൊന്നുമില്ല. ഒരു കാര്യം, എൻ്റെ കുടുംബത്തിന് വേണ്ടി
ഞാൻ ഈ ദേശത്ത് ദൈവം അന്വേഷിക്കുന്ന, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം വരും. 100% ഉറപ്പാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ദൈവം പറയുകയാണ്, ഞാൻ നോക്കി പക്ഷേ ആരെയും കണ്ടില്ല. ദൈവം ഇവിടെ ഇരിക്കുന്നതിൽ എല്ലാ കുടുംബങ്ങളിലും നോക്കിയാണ്. വിശ്വസ്തമായി എന്നോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന, ദേശത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ ആ ഒരാളെ നോക്കിയിട്ട് ആ കുടുംബത്തിൻ്റെ ദൈവം സങ്കടം വരുത്തില്ല. ഒരാളെ നോക്കും. നിങ്ങളുടെ വീട്ടിൽ പണ്ടൊക്കെ അറിയാമല്ലോ, നമ്മളെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടാകും, അല്ലെങ്കിൽ പിതാക്കന്മാരുണ്ടാകും. അവരെ നോക്കിയാണ് ആ ദൈവം ചില വീടുകളെ ഇന്ന് നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെന്നുമല്ല, നിങ്ങളുടെ പൂർവികരുടെ ചില പ്രാർത്ഥനകൾ ഇന്നും നിങ്ങളുടെ വീടുകളിൽ ഇന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്നും ജീവനോടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് പോകുന്നത്. എന്നാണ് അത് നിലനിൽക്കുന്നത്, അത് അവസാനിക്കുന്നത്? അന്ന് വീഴും പല വീടുകളും, അന്ന് വീഴും പല വീടുകളും. അതുകൊണ്ട് കൃത്യതയോടുകൂടി നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരു വ്യക്തി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ മതി അടുത്ത ആ വീട് രക്ഷപ്പെടാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണ്? മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ദൈവം വരാൻ പോകുന്നത് കാണിച്ചു തരും. ആർക്ക് വരാൻ പോകുന്നത്? നിൻ്റെ കുടുംബത്തിന് പുറത്തുള്ളവർക്ക് വരാൻ പോകുന്നതും കാണിച്ചു തരും, നിനക്കെന്ത് വരുമെന്നും കാണിച്ചു തരും. അതിനു വേണ്ടി ഒരുങ്ങണം. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തിലുള്ള കാര്യങ്ങൾ കാണില്ല, ദൈവിക കാര്യങ്ങളിലൂടെ അവൻ നാളെയെക്കുറിച്ച് കാണും. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ മറ്റൊരുവനൊരു പ്രയാസം വരുമ്പോൾ അവന് വേണ്ടി മധ്യസ്ഥത ചെയ്യും. അവനൊരു തർക്കത്തിന് നിൽക്കില്ല. പ്രാർത്ഥനാശീലമുള്ള ഒരു മനുഷ്യൻ വിട്ടുകൊടുക്കും. പ്രാർത്ഥനാശീലമുള്ള ഒരു മനുഷ്യൻ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മലിനമായ ഒരു ദേശത്താണ് നമ്മൾ എത്തപ്പെടുന്നതെങ്കിൽ ആ മാലിന്യം നമ്മുടെ ലൈഫിലോട്ട് വരും. ലോത്ത് താമസിച്ച ദേശത്തിൻ്റെ മാലിന്യം ലോത്തിനെയും കുടുംബത്തെയും നശിപ്പിക്കാനായിട്ട് കാരണമായി മാറി. എന്താണ് മാലിന്യമെന്ന് ഞാൻ പറഞ്ഞു തന്നു. അബ്രഹാം ആ സമയത്ത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. 10 പേരുണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കുമോ? നമ്മൾ ഇന്ന് 45 പേര് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 45 40 ആകരുത്. 40 10 ചുരുങ്ങരുത്. 10 താഴോട്ടും ചുരുങ്ങിപ്പോകരുത്. ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതിൻ്റേതായ പ്രതിസന്ധികൾ ഈ സൊദോം ഗൊമോറ ദേശത്ത് വന്നതുപോലെ വരും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി 10 പേരുണ്ടെങ്കിൽ ദൈവം അതിനെ കണ്ട് ആ ദേശത്തെ അനുഗ്രഹിക്കും. ദേശത്ത് നമ്മൾ മാനിക്കപ്പെടും. അബ്രഹാമിൻ്റെ പ്രാർത്ഥന ഇതിനിടയിലും സഹോദര കുടുംബത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. ആ സഹോദര കുടുംബം അബ്രഹാമിൻ്റെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ടു. നിങ്ങൾക്കിന്നും മുതലുണ്ടാകേണ്ട വിശ്വാസം, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്താൽ ദൈവം ആ കാര്യം നടത്തി തരുമെന്നുള്ള വിശ്വാസം വേണം കേട്ടോ. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അത് നടത്തി തരുമെന്ന വിശ്വാസം നമുക്കുണ്ടാകണം. ആ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. എന്നിട്ടാ പറയുക, നീതിമാൻ്റെ പ്രാർത്ഥന പുതിയ നിയമത്തിലുണ്ട്. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമായി. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ഘട്ടത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നോക്കുന്നത് ഈ ദേശത്തിൽ നിങ്ങളുടെ ഫാമിലി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടോ എന്ന് ഓരോ വീട്ടിലും നോക്കും. ഒരാൾ നിന്നാൽ മതി ആ വീട് രക്ഷപ്പെടാൻ വേണ്ടി. നമ്മുടെ വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾ കാരണം ആ വീട് അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം. ആ വീട്ടിൽ ആ ഒരാളായി മാറാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നിലൂടെ എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടണം. അപ്പോൾ പ്രാർത്ഥനയെ നമ്മൾ എത്രത്തോളം വിലമതിച്ചതായിട്ട് കാണുമോ അത്രത്തോളം ദൈവം നമ്മളെ വിലയേറിയതായി കാണും കേട്ടോ. നമ്മൾ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം വില കൊടുക്കുമോ അത്രയും ദൈവം എന്ത് ചെയ്യും? നമ്മളെയും വിലയുള്ളവരായി കാണും. അപ്പോൾ ഇത്രയുമാണ് നമ്മളിന്ന് പഠിച്ചത്. നിങ്ങൾ അത്യാവശ്യം അതൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. അത് സമയമൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്നുകൂടി അതിനെ മനസ്സിലാക്കണം.